പിണറായിയുടെ ആ കാറിലിങ്ങനെ ബാക്കിൽ കിടന്ന് പോകാൻ സൗകര്യം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പിന്നെ പേര് മന്ത്രിസ്ഥാനം വേണമെന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ താങ്കൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നേ എനിക്കതിൽ താങ്കളോട് പറയാനുള്ളൂ. പിണറായിയുടെ കാറിന്റെ പിൻസീറ്റിൽ ചാരി ഇരുന്ന് പോകേണ്ടുന്ന ആളാണ് ഞാൻ, എല്ലാം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ ഇന്ന് ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി റിയാസ് പറഞ്ഞത് UDF-ഉം കോൺഗ്രസും ഒക്കെ വിജയം ഉറപ്പിച്ച് ബക്കറ്റ് പിരിവ് നടത്തുകയാണ് എന്ന്. എന്നാൽ അവിടെയാണ് ഒരു IAS-കാരന്റെ വെളിപ്പെടുത്തൽ അതെടുത്തു പറഞ്ഞുകൊണ്ട് അൻവർ ചിലത് പറയുന്നത്. അതായത് റിയാസ് 91 ദിവസം കൊണ്ട് കൈക്കലാക്കിയത് 65 കോടി രൂപയാണ് എന്ന്. ഇതൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ റിയാസ് കൊമ്പ് കുലുക്കുന്നത് എന്നുമൊക്കെ. ബേപ്പൂരിൽ ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയ ഉറപ്പും കേരളത്തിനില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു കാര്യം, മന്ത്രി റിയാസ് എന്നത് LDF-ൽ ഒരു താര നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ മുഴുവൻ മണ്ഡലങ്ങളിലും തൻ്റെ ഒരു കണ്ണും ശ്രദ്ധയും ഉണ്ടാകും എന്നുള്ള കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഇതേ മന്ത്രി റിയാസ്. എന്നാൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കോഴിക്കോട് കോൺഗ്രസിന് എന്നാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം റിയാസിന് വലിയ താരപ്രചാരകനാവാനോ ബേപ്പൂർ വിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനോ പറ്റിയിട്ടില്ല എന്ന്. അതിന് ഒരു കാരണം അൻവറാണ്. ബേപ്പൂരിൽ നിന്നും റിയാസിന് പുറത്ത് കടക്കാൻ പറ്റാത്ത തരത്തിൽ തോൽവി ഭയം ജനിപ്പിച്ച് പോരാട്ടത്തെ കടുപ്പിക്കാൻ അൻവറിനായി. കഴിഞ്ഞ തവണ കൂടെയുള്ളവൻ ഇത്തവണ പ്രതിപക്ഷത്താകുമ്പോൾ ആ പ്രതിപക്ഷത്തിന് UDF-ന് കേരളത്തിൽ ഒരു തരംഗം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ബേപ്പൂർ വിട്ട് ഒന്നനങ്ങാൻ പോലും റിയാസിനായില്ല എന്നതാണ് സത്യം. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ അൻവർ സംസാരിക്കുന്നതും. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഇനിയിപ്പോൾ എന്താ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മുഖ്യമന്ത്രിയായ കുഴപ്പം? AICC തീരുമാനിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയാവില്ലേ? കോൺഗ്രസ് ആരെ തീരുമാനിക്കുന്നോ അവർ മുഖ്യമന്ത്രിയാവും. അതിന് ചെറുപ്പം വലിപ്പമൊന്നുമില്ല. അല്ല, സ്വാഭാവികമായിട്ടും ആ മത്സരിക്കാത്ത ഒരാൾ ഇവിടെ മുഖ്യമന്ത്രിയാവും. ഇപ്പോൾ ഈ രാജ്യസഭയിൽ പോകുന്നവരൊക്കെ പിന്നെ അവർക്ക് ആ റെപ്രസെൻറ്റേഷൻ പാടില്ല എന്ന് വാദം വരില്ലേ? അവർക്ക് ജനങ്ങളായിട്ട് എന്താ ബന്ധം? ലോകസഭയിൽ 540 MP-മാരുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതി MP-മാർ രാജ്യസഭയിലല്ലേ? അവർ ബേപ്പൂരിലോ? അത് പറയാൻ വയ്യ. ബേപ്പൂരിനായിട്ടൊരു മന്ത്രി ഉണ്ടാവുമല്ലേ എന്നുള്ളത്. എങ്ങനെ ഇടതുപക്ഷത്തിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അല്ല അല്ല അത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ആരാവും എന്നറിയണമെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 10-30 സീറ്റിൽ ആരൊക്കെ അവിടെ എത്തുന്ന ആദ്യം അറിയണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ധാരണ ഉണ്ടോ എന്ന് അറിയുന്ന? എങ്ങനെ? അല്ല, അയാളല്ല ആവേണ്ടത്. അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ നിൽക്കേണ്ടത്. അയാൾ മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ടെങ്കിൽ ജനം വീട്ടിൽ മൂലക്കലാക്കിയാൽ അദ്ദേഹം നിയമസഭയിലെത്തിയാൽ അദ്ദേഹമല്ലേ ആവേണ്ടത്. എന്താക്കുക ആവാൻ പറ്റിയാൽ എന്താ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട സ്ഥാനമാണോ? എന്തുകൊണ്ടാണ് പിണറായി അതാവില്ല എന്ന് നിങ്ങൾ പറയുന്നത്? അല്ല, റിയാസ് എന്തായാലും വീട്ടിലുണ്ടാവും. വീട്ടിലെ സ്പീക്കറോ ഇതൊക്കെ ആവാം. എല്ലാവർക്കും ഫ്ലക്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്ലക്സ് ആരും ഒന്നും വെക്കാത്തതില്ല, ആലോചനയില്ല ഞാൻ നിൽക്കുന്നത്. ഫ്ലക്സ് ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രാഷ്ട്രീയത്തും നമുക്കറിയില്ലേ. ഒരു ജനാധിപത്യ പാർട്ടി ആർക്കും അഭിപ്രായം പറയാം. ഒരു ബൂത്ത് പ്രസിഡൻ്റല്ല, ഒരു ബൂത്തിലെ പ്രവർത്തകന് പോലും അഭിപ്രായം പറയാനും ആ അഭിപ്രായം എന്താ പറയുക ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടല്ലേ ഈ 3-4 ആളുകൾ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പാർട്ടിയുടെ ഒരു എന്താ പറയുക ഹൈറ്റ് അല്ല അത്. എന്താ മറുഭാഗത്തത് പറയാത്തത്? അതൊരു ഡെമോക്രാറ്റിക് പാർട്ടി എന്നല്ലേ പറയുന്നത്. പിണറായി അല്ലാത്തവൻ്റെ ഒരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ തല കാണില്ല ശരീരത്തിൽ. അപ്പം അത്രയും ഏകാധിപത്യം സ്വേച്ഛാധിപത്യം അപ്പുറത്ത് നിലനിൽക്കുമ്പോൾ 3-4 മുഖ്യമന്ത്രിയുടെ പേര് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്ന നിലക്ക് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ കഴിഞ്ഞകാല ഓരോ സാഹചര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആർക്കും ആവാം. ഇനിയിപ്പോൾ എന്താ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മുഖ്യമന്ത്രിയായ കുഴപ്പം? AICC തീരുമാനിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയാവില്ലേ? കോൺഗ്രസ് ആരെ തീരുമാനിക്കുന്നോ അവർ മുഖ്യമന്ത്രിയാവും. അതിന് ചെറുപ്പം വലിപ്പമൊന്നുമില്ല.
അല്ല, സ്വാഭാവികമായിട്ടും ആ മത്സരിക്കാത്ത ഒരാൾ ഇവിടെ മുഖ്യമന്ത്രിയാവും. ഇപ്പോൾ ഈ രാജ്യസഭയിൽ പോകുന്നവരൊക്കെ പിന്നെ അവർക്ക് ആ റെപ്രസെൻറ്റേഷൻ പാടില്ല എന്ന് വാദം വരില്ലേ? അവർക്ക് ജനങ്ങളായിട്ട് എന്താ ബന്ധം? ലോകസഭയിൽ 540 എം പിമാരുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതി എം പിമാർ രാജ്യസഭയിലല്ലേ? അവരല്ലേ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അപ്പോൾ രാജ്യസഭാ എം പിമാർക്ക് നമ്മളെങ്ങനെ അംഗീകരിക്കാൻ ചോദിച്ചാൽ രാജ്യം മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു ബേസും ഇല്ല. അല്ല, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ പാടെ വിട്ടു പോരണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ മന്ത്രിയാവണം അല്ലെങ്കിൽ MLA ആവണം, ജനാധിപത്യം അവരെ കൂടെ നിൽക്കണം, അധികാരം കൈപ്പറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് രാജിവെച്ച് വന്നിട്ട് ഈ ഗതികേടലാണ്ടല്ലോ. 28 കേസിലെ പ്രതിയാണ് ഞാൻ രാജിവെക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു കേസും ഇല്ല. പിന്നെ അതിന് പുറമെ വിജിലൻസ്, അതിന് പുറമെ ED, ഇതൊക്കെ ഏറ്റെടുത്തിട്ട് നമ്മൾ ഈ പോരാട്ടം എപ്പോഴും തുടരുന്നത്. അങ്ങനെ പല പിണറായിയുടെ ആ കാറിലിങ്ങനെ ബാക്കിൽ കിടന്ന് പോകാൻ സൗകര്യം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ താങ്കൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നേ എനിക്കതിൽ താങ്കളോട് പറയാനുള്ളൂ. അല്ല, അത് താങ്കൾക്ക് എങ്ങനെ എഴുതാമല്ലോ, താങ്കളുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നതാണോ അപ്പോൾ നിങ്ങൾ എഴുതുക? അല്ല, ആണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതുക. മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. ഇല്ല, മുസ്ലിം ലീഗ് എന്താ പരസ്യ നിലപാട് സ്വീകരിച്ചത്? ഞാൻ മുസ്ലിം ലീഗ് ഒരു പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം UDF-ന്റെ നേതൃത്വം കൂടി തീരുമാനമെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്ന് പറയണ്ടേ? കോൺഗ്രസ് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഈ മുന്നണിയെ നയിച്ചൊരു പാർട്ടിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, അവർക്ക് കേരളത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അത് അവരല്ലേ തീരുമാനിക്കണം. അതിലൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? നമ്മൾ UDF അധികാരത്തിൽ വരില്ല, ഞാനടക്കം തോൽക്കും എന്ന് പറയുന്ന ആ ചർച്ചയാണ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ അതിലൊരു പ്രസക്തി ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ബ്ലോക്കോ കാ ബ്ലോക്കോ അര ബ്ലോക്കോ, ഇവിടെ രാഷ്ട്രീയമാണ് പ്രശ്നം, ഇവിടെ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഇവിടെ ലെഫ്റ്റ് ഉണ്ടാവണം. എന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തീവ്ര വലതുപക്ഷമായി പിണറായി. ഇവിടുത്തെ റിയൽ ലെഫ്റ്റ് ഞങ്ങളാണ്, UDF ആണ്, ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നെഹ്റുവിയൻ ലെഫ്റ്റ് ഇവിടെ ആവശ്യമാണ്. ഇവിടെ ഒരു റിയൽ ലെഫ്റ്റ് ആവശ്യമാണ്. ലെഫ്റ്റിൻ്റെ പേരണിഞ്ഞ ഈ പറയുന്ന റൈറ്റ് ഫാസിസ്റ്റ് ആയിട്ടല്ല ഇടതുപക്ഷത്തെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിയൽ ലെഫ്റ്റ് ഉണ്ടാവും. കോൺഗ്രസുമായും UDF-ഉമായും നന്നായി സഹകരിച്ച് പോകാൻ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പല തുരുത്തുകളിലായിട്ടാണ് ഈ നേതാക്കന്മാർ നിൽക്കുന്നത്. ഇവരിൽ പലരും നാളെ ആക്രമിക്കപ്പെട്ടേക്കാം, പല രീതിയിലുള്ള ആക്രമണത്തിന് അവരെ വിധേയാക്കാം. അപ്പോൾ ഇവരെല്ലാവരും ഒരു യുനാനിമസ് ആയിട്ട് ഒരു ഐക്യം, എന്താ പറയുക, ഇവിടെ ലെഫ്റ്റിനെ കാക്കുന്നത് പോലെ തന്നെ അവരെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിലേക്ക് ഇത് പോകും, ഉറപ്പാണ്. അവിടെ അതിൻ്റെ നേതൃത്വം കൊടുക്കണം. അങ്ങനെ വരുന്ന ലെഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ പറയുന്ന ഇതിനോടനുബന്ധിച്ച് വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളൊക്കെ മുന്നിലുണ്ടാകും. അല്ല, അത് 15-ാം തീയതിക്ക് ശേഷം ആലോചിക്കുമെന്ന് പറഞ്ഞല്ലോ. 2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDF-നുള്ളത്. അവിടെ 8ഉം 10ഉം MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിൽ എൻ്റെ മത്സരമാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPM-ൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും ശ്രീ മുഹമ്മദ് റിയാസ് ആയിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പണം ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഞാൻ ഇവിടെ ഇപ്പം ഇന്ന് വന്നത് എൻ്റെ സുഹൃത്താണ് നിസാർ മേത്ര, നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹമുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഈ പറയുന്നത് പോലെ അവൈലബിളായ ലീഡേഴ്സിനെ കാണാൻ പറ്റിയാൽ കാണും. ഇല്ല, തെരഞ്ഞെടുപ്പിനെ എന്നെ സംബന്ധിച്ചിട്ട് ബേപ്പൂരിൽ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല.
അത്രമാത്രം ടൈറ്റ് മത്സരമായിരുന്നു. എൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ആ ബേപ്പൂരിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക എന്നത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ ലക്ഷ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വലിയ മുന്നേറ്റം UDF ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണല്ലോ, 2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDF അവിടെ 8ഉം 10ഉം MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിൽ എൻ്റെ മത്സരമാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPM-ൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും ശ്രീ മുഹമ്മദ് റിയാസായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നത് അതിലെ പണം ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. കോഴിക്കോട് ജില്ലയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇടതുപക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഇലക്ഷൻ സ്ട്രാറ്റജി അത് പൊളിഞ്ഞ് തവിട് പൊടിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റു 12 സ്ഥാനാർത്ഥികളും അന്തം വിട്ടൊരവസ്ഥയുണ്ടായി. ഇതിനെ നയിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ക്യാപ്റ്റൻ അങ്ങോട്ട് മുങ്ങുകയാണ്, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം LDF ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് നയിക്കാനുണ്ടായിരുന്ന കപ്പിത്താൻ മുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ തിരിച്ചടിയാവാണ് കോഴിക്കോട് ജില്ലയിൽ. UDF അടിച്ചു കയറി ഇവരെ സംബന്ധിച്ച് ഇവരെ അന്തം വിടുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥകൾ പല സ്ഥാനാർത്ഥികൾക്കും അവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് ബേപ്പൂര് വിട്ടിട്ട് വരാൻ സാധിച്ചിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. അല്ല, ഞങ്ങളൊരു ആശയത്തിലാണല്ലോ, ആൻറ്റി പിണറായിസത്തിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ആ പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇവരൊക്കെ മത്സരിച്ചിട്ടുള്ളത്. അല്ല അല്ല അതൊക്കെ എന്താ പറയുക, നമുക്ക് പറയേണ്ടത് ഈ മധുസൂദനെ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ പിണറായി വിജയനെയാണല്ലോ. ആ മധുസൂദനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക പറയുക മാത്രമല്ല, എന്താണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം? അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഇവിടുത്തെ രക്തസാക്ഷികളുടെ ഫണ്ട് അതുപോലും കൊള്ളയടിക്കപ്പെട്ടു. അതിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഉടനീളം പിണറായിസവും മരുമോനിസവും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണെങ്കിൽ ഇവിടെ കണ്ണൂരിൽ ഈ 2 ഫാക്ടർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയരാജന്മാരുടെ വിഷയമുണ്ട്. 3 ജയരാജന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നില്ല കണ്ണൂരിലെ പത്രമാധ്യമങ്ങൾക്കറിയാം. അവരെടുക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ? അവരുണ്ടാകേണ്ടടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അവരെ മാറ്റി നിർത്തിയിട്ടാണ്. ഞാനീ പറയുന്ന മരുമോനിസത്തിൻ്റെ ബാക്കി പത്രമാണ്. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായും മരുമകൻ്റെ കാൽക്കീഴിലാക്കാൻ എത്ര നേതാക്കന്മാരെയാണ് ഇവിടെ വെട്ടിനിരത്തിയത്? ആ വെട്ടിനിരത്തിയതിൻ്റെ ഒരു ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ.